ആലപ്പുഴ ബീച്ചിൽ കടകൾ അനുവദിച്ചതിൽ വ്യാപക ക്രമക്കേടെന്ന ആക്ഷേപം. വിധവകൾക്കും ദിവ്യാംഗർക്കും ക്യാൻസർ രോഗികൾക്കും അനുവദിക്കേണ്ട കടകൾ ലഭിച്ചത് യൂണിയൻ നേതാക്കൾക്കും വൻകിട വ്യാപാരികൾക്കും. അർഹതയുള്ളവരുടെ നീതിക്കായുള്ള പോരാട്ടം രാഷ്ട്രീയ ഇടപെടലിൽ ഫലം കാണുന്നില്ല എന്നാണ് ആക്ഷേപം. 117 പേർക്കാണ് നിലവിൽ ആലപ്പുഴ ബീച്ചിൽ കടകൾ നടത്താൻ പോർട്ട് ഓഫീസിൽ നിന്നും ലൈസൻസ് നൽകിയിട്ടുള്ളത്. നിർധന കുടുംബത്തിലുള്ള ക്യാൻസർ രോഗികൾ, വികലാംഗർ, വിധവകൾ തുടങ്ങിയവർക്ക് ജീവനോപാധി എന്ന നിലയിൽ ബീച്ചിൽ ചെറുകിട വ്യാപാരങ്ങൾക്ക് അവസരമൊരുക്കുക എന്ന മാനദണ്ഡപ്രകാരമാണ് മുൻകാലങ്ങളിൽ ലൈസൻസ് അനുവദിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ലൈസൻസ് ലഭിച്ചവരുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അധ്യാപകൻ, സ്വന്തമായി മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, കയർഫെഡിൽ ജോലി ചെയ്യുന്നവർ, യൂണിയൻ നേതാക്കൾ എന്നിവർക്ക് അനർഹമായി ലൈസൻസ് അനുവദിച്ചതായി കാണാം. ലൈസൻസ് ലഭിച്ചവർ തന്നെ അവർക്ക് അനുവദിച്ച ഇടങ്ങളിൽ നിന്ന് കട മാറ്റി സ്ഥാപിച്ചതായും ഒരാൾ തന്നെ നിരവധി കടകൾ ഏറ്റെടുത്തു നടത്തുന്നതായും പരാതി ഉയർന്നിട്ടും പോർട്ട് അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. നമ്മളിവിടെ നിന്ന് പോർട്ടിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണം ഇത് കൊടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ മറ്റ് വരുമാന മാർഗമുള്ളവർക്ക് രാഷ്ട്രീയ പിൻബലത്തിൽ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ മിക്ക കടകളും. വീട്, അതേപോലെ വണ്ടി, റിസോർട്ട് വരെ നടത്തുന്ന ആൾക്കാരും, അല്ലാതെ ഇവിടുത്തെ വരുമാന മാർഗം അല്ലാതെ വേറെ വരുമാന മാർഗമുള്ള ആൾക്കാർ പോലും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ടെന്നുള്ള വാസ്തവം അതാണ്. ലൈസൻസ് ലഭിച്ചവരിൽ 80%-ലധികവും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നും ആക്ഷേപമുണ്ട്. ഇതേസമയം അർഹരായ അനവധി പേരാണ് അപേക്ഷ നൽകിയിട്ടും തഴയപ്പെട്ടത്. രാഷ്ട്രീയ ഇടപെടലാണ് ഇതിന് കാരണമെന്നാണ് പ്രധാന പരാതി. സ്വജനപക്ഷപാതം മന്ത്രിമാരടക്കമുള്ളവർ വരുമ്പോൾ ചില പ്രത്യേക മതവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സംവിധാനമാണ് ഇവിടെ. ആ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു 100 പേരുണ്ടെങ്കിൽ 85 പേരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അർഹരായവർക്ക് ലൈസൻസുകൾ അനുവദിക്കുകയും അനർഹരായവരുടെ ലൈസൻസ് റദ്ദു ചെയ്യാനും നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇതിനായി ചില മനുഷ്യാവകാശ പ്രവർത്തകർ കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.